നെഗറ്റീവ് കുറച്ച് റിവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അത്ര നെഗറ്റീവായിട്ട് വലിയതൊന്നുമില്ല. സബ്ടൈറ്റിൽ മാത്രമേ ഉള്ളൂ ഒരു 3D എഫക്റ്റ് ആയിട്ട് തോന്നിയത്. 10-20 ദിവസം മുമ്പേ ബുക്ക് ചെയ്തിട്ട് വന്ന ഇതാണ്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഗ്രൗണ്ടഡ് ആണ്. മൾട്ടിവേഴ്സ് പ്രതീക്ഷിച്ച് പോയി ആരും കണ്ടിട്ട് കാര്യമില്ല. ഒരു ഫാൽക്കൺ ദ വിന്റർ സോൾജർ രീതിയിൽ പ്രതീക്ഷിച്ചാൽ മതി, അല്ലാണ്ട് പഴയ ക്യാപ്റ്റൻ അമേരിക്കയായിട്ട് കമ്പയർ ചെയ്യാൻ ജസ്റ്റ് കണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. അല്ല പഴയ പോലെ വലിയ ഹൈപ്പൊന്നുമില്ല. ജസ്റ്റ് വേണമെങ്കിൽ വന്ന് കണ്ടു നോക്ക്, കുഴപ്പമില്ല. ഞാനൊരു 6 കൊടുക്കും 10, അത്രേ ഉള്ളൂ. ആവറേജ് പടം. ബാക്കിയത് വെച്ച് നോക്കുമ്പോൾ അത്രയ്ക്ക് ഇതില്ല. സ്റ്റോറി കുറച്ചൊരു വീക്കാണ്. വലിയതൊന്നുമില്ല. സബ്ടൈറ്റിൽ മാത്രമേ ഉള്ളൂ ഒരു 3D എഫക്റ്റ് ആയിട്ട് തോന്നിയത്. ബാക്കി വേറെ ഒന്നുമില്ല. വൺ ടൈം വായിച്ച്, ബാക്കി അത്ര ഇല്ല. പടം മറ്റേ ക്യാപ്റ്റൻ അമേരിക്ക വിന്റർ സോൾജർ ഇല്ലേ, ആ ഒരു മോഡൽ പടമാണ്. പക്ഷേ അതിൻ്റെ അത്ര മാർക്ക് എത്തിയില്ല റെഡ് ഹൾക്ക്. ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ അതൊക്കെ തന്നെ. അല്ലാതെ പടത്തിൽ നമുക്ക് പ്രത്യേകിച്ചൊരു സംഭവം അങ്ങനെ കിട്ടിയില്ല. ദ യൂഷ്വൽ മാർവൽ സ്റ്റഫ്, ജോക്സ് ഇതൊക്കെ തന്നെയാണ്. പക്ഷേ ക്യാപ്റ്റൻ അമേരിക്ക വിന്റർ സോൾജറിൽ കുറച്ചും കൂടെ ഒരു ഗ്രിപ്പിംഗ് ഉണ്ടായിരുന്നു, ഒരു സ്പീഡ് ഉണ്ടായിരുന്നു. ഇതിൽ ആ ഒരു സ്പീഡ് കിട്ടിയില്ല. സത്യം പറഞ്ഞ ഒരു സാറ്റിസ്ഫാക്ഷൻ പോരാ. ജസ്റ്റ് വേണമെങ്കിൽ വന്ന് കണ്ടു നോക്ക്, കുഴപ്പമില്ല. ഞാനൊരു 6 കൊടുക്കും 10, അത്രേ ഉള്ളൂ. 3D കുഴപ്പമില്ല. ആ ഒരു ഏരിയൽ ഷോട്ടും പിന്നെ ഈ ഫാൽക്കൺ ആയതുകൊണ്ട് ഈ പറക്കുന്ന സംഭവങ്ങളൊക്കെ കാണുമല്ലോ, വലിയ കുഴപ്പമില്ല. ബട്ട് ഇറ്റ്സ് ഗുഡ്. വന്ന് ഒരു തവണ കണ്ടു നോക്കാം. ജസ്റ്റ് വൺ ടൈം വാച്ച്. പഴയ എക്സൈറ്റ്മെൻ്റ് ഒന്നും ഇല്ല മാർവൽ സിനിമകൾക്ക്. എന്നാലും ഓക്കെ, കുഴപ്പമില്ല. ഡെപ്തും അത്രേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. ഹൾക്കിൻ്റെ സീക്വൻസ് കൊള്ളായിരുന്നു, കുഴപ്പമില്ല. പഴയ ഒരു ഇതിൻ്റെ അത്ര വന്നിട്ടില്ല, കുഴപ്പമില്ല. ജസ്റ്റ് കണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. അല്ല പഴയ പോലെ വലിയ ഹൈപ്പൊന്നുമില്ല. പ്രതീക്ഷിച്ച് പോയാൽ ആർക്കും അത് കിട്ടത്തില്ല. ഒരു വെരി വെൽ ഗ്രൗണ്ടഡ് മൂവിയാണ്, കൊള്ളാം, കണ്ടിരിക്കാം. 3D കൊള്ളായിരുന്നു, കുഴപ്പമില്ല, കൊള്ളായിരുന്നു, നല്ല സിനിമയായിരുന്നു. ഇപ്പോൾ പറഞ്ഞ പോലെ കുറച്ച് ഗ്രൗണ്ടഡ് ആണ്. മൾട്ടിവേഴ്സ് പ്രതീക്ഷിച്ച് പോയി ആരും കണ്ടിട്ട് കാര്യമില്ല. നമ്മൾ ഈ മാർവൽ സ്റ്റഡീസ് തുടങ്ങിയ സമയത്ത് പോലെ ക്യാപ്റ്റൻ അമേരിക്ക തുടങ്ങിയ സമയത്തോളത്തെ സിനിമയാണ്, കൊള്ളാം. കുഴപ്പമില്ലായിരുന്നു. ഒരു മാർവൽ ഒരു എഫക്റ്റ് ഒന്നും ഇല്ലായിരുന്നു. ഒരു ഫാൽക്കൺ ആൻഡ് ദ വിന്റർ സോൾജർ സീരീസിൻ്റെ ഒരു ലെവൽ വൈബ് വരും. പഴയ ക്യാപ്റ്റൻ അമേരിക്കയായിട്ട് ഇതാക്കല്ലേ, പക്ഷെ എന്നാലും കൊള്ളാം. അതൊക്കെ ക്ലൈമാക്സ് ഒക്കെ ഒരു ചെറിയൊരു ഇതായിട്ട് ഫീൽ ചെയ്യും. ഒരു ഫാൽക്കൺ ദ വിന്റർ സോൾജർ രീതിയിൽ പ്രതീക്ഷിച്ചാൽ മതി, അല്ലാണ്ട് പഴയ ക്യാപ്റ്റൻ അമേരിക്കയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. കൊള്ളാം, കുഴപ്പമില്ല. സിമ്പിൾ പടം. ഒരുപാട് എക്സ്പെക്ട് ചെയ്യാനൊന്നുമില്ല. വലിയ എക്സ്പെക്ടേഷൻ ഒന്നും വെച്ചില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. അല്ല അത്ര വലിയ പടം ഒന്നും കൊള്ളായിരുന്നു. കുഴപ്പമില്ല, ആവറേജ് പടം, അത്രയൊന്നും ഇല്ല, എന്നാലും കുഴപ്പമില്ല. കൊള്ളാം. പടം നല്ല പടം തന്നെ ബ്രോ. പക്ഷേ ക്യാപ്റ്റൻ അമേരിക്ക എന്ന പേരിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഇത് ഫാൽക്കന് ഷീൽഡും കൊടുത്തുണ്ട്. ശശാൻ പറഞ്ഞ പോലെ ഫാൽക്കന് ഷീൽഡ് കൊടുത്ത പോലെ അവസ്ഥയായിരുന്നു. ഇത് സിനിമ ഉള്ള റെഡ് കളുടെ സീക്വൻസ് ഒക്കെ നൈസായിരുന്നു, കുഴപ്പമില്ല, കണ്ടുപിടിക്കുന്ന നല്ല സിനിമ. എക്സ്പെക്ട് ചെയ്തത് ഞാൻ ഇത് ജസ്റ്റ് ആ ഷീൽഡ് ഇങ്ങനെ ഹാൻഡിൽ ചെയ്തൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. അപ്പം അത് നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ സാധാ ഒരു ഹ്യൂമൻ ആണല്ലോ, അപ്പം സിറമൊന്നും ഇല്ല, അങ്ങനത്തെ സാധാ ഫൈറ്റ് കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ കൊള്ളാം, നല്ല സിനിമ. അത്രയില്ല, കുഴപ്പമില്ലായിരുന്നു. സാധാരണ മാർവൽ മൂവി എന്ന് പറഞ്ഞാൽ നമുക്ക് ആക്ഷനും നല്ല ഇതൊക്കെയാണല്ലോ, കുറച്ചും കൂടെ ഒരു ത്രിൽ മോഡലിൽ എടുത്തിട്ടുണ്ട്. റെഡ് ഹൾക്ക് ഇൻട്രൊഡക്ഷനും അതുപോലത്തെ ഒരു പടം അത്യാവശ്യം കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടായിരുന്നു. നെഗറ്റീവ് കുറച്ച് റിവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അത്ര നെഗറ്റീവായിട്ട് തോന്നിയില്ല, കൊള്ളാം, കണ്ടിരിക്കാം. വലിയ ഹൈപ്പ് ഇതല്ല, മാസല്ല, എന്നാലും ചെറിയൊരു നല്ലൊരു പടമായിരുന്നു. കോൺസെപ്റ്റ് അനുസരിച്ച് നോക്കാം. എൻ്റെ ഒരു കോൺസെപ്റ്റിൽ വന്നിട്ടില്ല. മാർവൽ ഫാൻ എന്നുള്ള ഞാൻ കോൺസെപ്റ്റ് മുമ്പ് 2 പടങ്ങൾ ക്യാപ്റ്റൻ അമേരിക്കയുടെ 2 പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഒരു കോൺസെപ്റ്റിൽ വലിയൊരു ഹൈപ്പ് വന്നിട്ടില്ല. ആൻഡ് പറയുന്ന പോലെ സാമുവൽസൻ്റെ പടം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അക്കോർഡിംഗ് ടു സാമുവൽസൺ അവരെ മാക്സിമം ട്രൈ ചെയ്തൊരു ബെസ്റ്റ് മൂവി തന്നെയാണ്. നല്ല ഹൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞ് കാണുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അത് കയറണമെന്നില്ല. പടം കൊള്ളാം, വന്ന് കണ്ട് പോകാൻ, നല്ല ഫ്രണ്ട്സായിട്ട് ഫാമിലി ആയിട്ട് വരാം. പിന്നെ അടുത്ത തണ്ടർ ബോൾസ് എന്തായാലും ഈ വർഷം ഇറങ്ങാൻ പോവുകയാണ്. അതിൻ്റെ ഒരു ചെറിയ ലീഡ് എന്തൊക്കെ കാണിക്കുന്നുണ്ട്. അല്ലാതെ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ അടുത്ത സിനിമയ്ക്കുള്ള ലീഡാണ്. അത് നമുക്ക് ഹൈപ്പ് വരുന്നുണ്ട്. ഇടയ്ക്ക് ലാഗിങ് ഒക്കെ വരുന്നെങ്കിൽ പോലും പോസ്റ്റ് ക്രെഡിറ്റ് സീൻ കണ്ടപ്പോൾ നമുക്ക് അടുത്ത സിനിമയ്ക്കുള്ള നല്ല ലൈൻ വരുന്നു. എക്സ്പെക്റ്റ് ചെയ്തത് നമ്മൾ ഇത് തന്നെ 10-20 ദിവസം മുമ്പേ ബുക്ക് ചെയ്തിട്ട് വന്ന ഇതാണ്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഒരു കോൺസെപ്റ്റ് ഇതിൽ എൻ്റെ ഒരു ഇമ്പ്രഷനിൽ എത്തിയിട്ടില്ല. സ്റ്റിൽ കൊള്ളാം, എനിക്കത് ഇഷ്ടപ്പെട്ടു. കണ്ടൻറ്റ് കൊള്ളാം, എല്ലാം കൊള്ളാം. നമ്മളെല്ലാവരും അഭിനയം കൊള്ളാം. എടുത്തിരിക്കുന്ന CG ആണെന്ന് ശരിയാണ്, CG ആണ്, ബട്ട് സ്റ്റിൽ എടുത്തിരിക്കണം തോന്നില്ല. പല രീതിയിൽ നമ്മൾക്ക് ഇഷ്ടപ്പെടും. വെറൈറ്റി കണ്ടൻറ്റാണ് ഇഷ്ടപ്പെടുന്നത്. 3D കൊള്ളാം, 3D ഓക്കെയാണ്. പക്ഷേ സൗണ്ട് എഫക്ട്സ് ഇവിടെ അക്കോർഡിംഗ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് കുറച്ച്, ഞാൻ എടുത്ത ടിക്കറ്റ് ബുക്ക് ചെയ്ത സീറ്റിൻ്റെ കുഴപ്പമാണോ അതെങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. പക്ഷേ കൊള്ളാം, 3D എഫക്ട്സ് എല്ലാം ഓക്കെയാണ്.